നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അവിട്ടം നക്ഷത്ര ജാതികളുടെ 38 വയസ്സ് മുതൽ ഏകദേശം 56 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ അവരെ സ്വാധീനിക്കുന്ന ശനിദശാകാല ഗുണദോഷ ഫലങ്ങളെ സംബന്ധിക്കുന്നു. ഏതൊരു അവിട്ടം നക്ഷത്ര ജാതനും ജനിക്കുന്നത് ചൊവ്വാദശാകാലത്തിലാണ്. ചൊവ്വാദശാകാലം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ് അതിൻ്റെ കാലാവധി. എന്നാൽ ഓരോ അവിട്ട നക്ഷത്ര ജാതൻ്റെയും ജനന സമയത്തെ ആശ്രയിച്ച് ചിലപ്പോൾ 3.5 വർഷമേ കാണത്തുള്ളൂ, ചിലപ്പോൾ 4 വർഷം കാണാം, ചിലപ്പോൾ 7 ദിവസമേ കാണത്തുള്ളൂ ചൊവ്വാദശ. ഇങ്ങനെ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ചൊവ്വാദശാകാലം എന്ന് പറഞ്ഞ പ്രാരംഭ ദശ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 3.5 വർഷം എന്നൊരു കാലപരിധിയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഏതൊരു അവിട്ട നക്ഷത്ര ജാതൻ്റെയും ജനനം മുതൽ 3.5 വയസ്സ് വരെ ചൊവ്വാദശാകാലവും 3.5 വയസ്സ് മുതൽ ഏകദേശം 21 വയസ്സ് വരെ രാഹുർദശാകാലവും 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ വ്യാഴദശാകാലവും 38 വയസ്സ് മുതൽ ഏകദേശം 57 വയസ്സ് വരെ ശനിദശാകാലവുമായിരിക്കും. ഈ ശനിദശാകാലം എങ്ങനെയാണ്, ഗുണമോ ദോഷമോ എന്ന് ചോദിച്ചാൽ അവിട്ട നക്ഷത്രജാതരെ സംബന്ധിച്ച് പറഞ്ഞാൽ പൊതുവെ കുറച്ചൊക്കെ ഗുണകരമായിരിക്കണം. എന്നാൽ എങ്ങനെയാണത് കൃത്യമായിട്ടും ഗുണമാണോ എന്നറിയണമെങ്കിൽ ഏതൊരു അവിട്ട നക്ഷത്രജാതൻ്റെയും ജാതകത്തിൽ ശനീശ്വരൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ശുഭസ്ഥിതനാണോ, ശുഭനായിട്ടാണോ നിൽക്കുന്നത്, അശുഭനായിട്ടാണോ നിൽക്കുന്നതെന്ന് പരിശോധിച്ച് വേണം ഫലം പറയാൻ. ശുഭനായിട്ട് നിൽക്കുന്ന ശനീശ്വരൻ ഒരുപാട് ശുഭഫലങ്ങളുണ്ട്, ഗുണഫലങ്ങളുണ്ട്. അശുഭസ്ഥാനത്ത് നിൽക്കുന്ന ശനീശ്വരൻ ഗുണഫലങ്ങളെ മറച്ച് അശുഭഫലങ്ങൾ നൽകും. ഇനിയിപ്പം ശനി ജാതകപ്രകാരം ശുഭനാണെന്ന് വിചാരിക്കും, എന്തൊക്കെയായിരിക്കും വരാനിടയുള്ള ഫലങ്ങൾ? ശനി ശുഭനാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരപ്രാപ്തി ഉണ്ടാകും. ത്രിതല പഞ്ചായത്തുകളുടെ ഭരണസാരഥ്യത്തിലേക്ക് എത്തുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സഹകരണ മേഖല പോലുള്ള കാര്യങ്ങൾ, ആ മേഖലയിലേക്ക് ബോർഡ് മെമ്പറോ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഖജാൻജിയോ ക്ലർക്കോ പ്യൂണോ എന്തെങ്കിലും ഒരു അധികാര സ്ഥാനം തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ്. ജോലി സ്ഥിരതയൊക്കെ ഉണ്ടാക്കാനിടയുണ്ട്. രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഏതെങ്കിലും അധികാര സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രവാസ ജീവിതത്തിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം. ഒട്ടകം, കഴുത തുടങ്ങിയിട്ടുള്ള ജന്തുക്കൾ വസിക്കുന്ന പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനലാഭം ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശവാസത്തിലൂടെ ധനലാഭം പ്രതീക്ഷിക്കാം. വിദേശവാസത്തിലൂടെ ഉന്നത ബിരുദങ്ങൾ സമ്പാദിക്കാൻ പറ്റും. തന്നിലും മൂത്ത ആളുകളുടെ ഇടപെടലുണ്ട്, പ്രത്യേകിച്ച് വാർദ്ധക്യം ബാധിച്ച ആളുകളുടെ ഇടപെടലുണ്ട്. അവരുമായിട്ടുള്ള സഹവാസം കൊണ്ട്, അവരുമായിട്ടുള്ള സഹകരണം കൊണ്ട്, അവരുമായിട്ടുള്ള സംഗമം കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകാനിടയുണ്ട്. ഭൂമി വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടുന്ന ഭൂമി അല്ലെങ്കിൽ സ്വത്ത് വകകൾ ലഭിക്കാം. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കാനിടയുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടേണ്ടുന്ന വീട്, പഴയ വീടുകൾ, തറവാടാണത്, തറവാട് നമുക്ക് കിട്ടുക, തറവാട് വക ഭൂമി നമുക്ക് കിട്ടുക, തറവാട് വക വാഹനം നമുക്ക് കിട്ടുക. അങ്ങനെ പാരമ്പര്യത്തിൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുള്ള വസ്തുക്കളുടെ ലഭ്യത ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ വീട് വാങ്ങിക്കുന്നെങ്കിലും എന്താ പറയുക, പഴയ മോഡലിൽ പണിയുക, അല്ലെങ്കിൽ പഴയ വീടൊന്ന് പുതുക്കി പണിതെടുക്കുക. പ്രത്യേകിച്ച് 4 കെട്ടും അകത്തളവും കത്തായവും പെട്ടിയും ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ളൊരു വീടും ഭൂമിയൊക്കെ ലഭ്യമാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഖനന മേഖലയുമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പാറമടകൾ, സ്വർണ്ണഖനനം പോലെയുള്ള മേഖലകളുമായിട്ടുള്ള ബിസിനസ്സിൽ വിജയം. ദുഷിച്ച ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ഏതെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ, അവയുടെ കച്ചവടത്തിലൂടെ വൻ ലാഭം. അതോടൊപ്പം തന്നെ ഓയിലുകൾ, എണ്ണകൾ, ഇവയുടെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാഭം. അസംസ്കൃത വസ്തുക്കളുടെ വിപണനം കൊണ്ടുള്ള നേട്ടങ്ങൾ. ഈ പറയുന്ന മേഖലകളിലൊക്കെ തൊഴിൽ ഭാഗ്യം. അതുപോലെ തന്നെ രാജകീയമായിട്ടുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ പറ്റുക. അധികാരസ്ഥാനത്തുള്ളവരുമായിട്ടുള്ള ചങ്ങാത്തം, അധികാരസ്ഥാനത്തുള്ളവരുമായിട്ടുള്ള
ആഘോഷ സദസ്സുകളിൽ ഒത്തുചേരൽ, ഇങ്ങനെ ഗുണഫലങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ. എങ്ങോട്ട് തിരിഞ്ഞാലും നേട്ടം. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കമഴ്ന്ന് വീണാൽ കാൽപ്പണവും എടുത്തുകൊണ്ട് എഴുന്നേൽക്കുന്നവനാണവൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഏത് ബിസിനസ് എവിടെ എങ്ങനെ തുടങ്ങിയാൽ അതൊക്കെ വൻ വിജയത്തിൽ കലാശിക്കാനിടയുള്ളൊരു കാലഘട്ടമാണ്. ജാതകപ്രകാരം ശുഭ അവസ്ഥയിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ ദശാകാലം. ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടാകുക, വാഹനങ്ങൾ ഒരു നിര തന്നെ ഉണ്ടാകുക, വാഹനയാത്രയിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുക, വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടി വരിക, ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരിക, ജലയാത്രകൾ, ഇങ്ങനെ ഒരുപാട് യാത്രകൾ. അതുപോലെ തന്നെ സ്മരണകൾ ഉറങ്ങുന്ന ഭൂമി സന്ദർശിക്കുന്ന യുദ്ധഭൂമി, പൊടിപടലങ്ങൾ നിറഞ്ഞ ഭൂമി, ഇവയൊക്കെ സന്ദർശിക്കേണ്ടി വരിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്, മാനസിക ഉല്ലാസത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം ശനീശ്വരൻ അനുകൂലാവസ്ഥയിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ശനിദശാകാലമെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും. വളരെയേറെ സുവർണ കാലഘട്ടമായിരിക്കും. അതായത് ശനിദശ അനുകൂലമാണെങ്കിൽ ബ്ലേഡ് പലിശയ്ക്ക് ധനം കൊടുക്കാൻ പറ്റും, നിയമപരമായിട്ട് വിരുദ്ധമാണെങ്കിൽ പോലും അതിലൂടെ പലിശ വളരെയധികം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ തർക്ക വസ്തുക്കളായിട്ട് കിടക്കുന്നതിൽ മധ്യസ്ഥം വഹിക്കാൻ എന്നിട്ട് തന്ത്രത്തിൽ രണ്ട് കൂട്ടരെ ഒഴിവാക്കി ചുടുവലയ്ക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ധാരാളം സ്വത്തുക്കൾ ആർജിക്കാൻ പറ്റും. ഇതാണ് ശനിദശാകാലത്ത് ചുരുക്കി പറയാനുള്ള ഫലങ്ങൾ. ഇനി ശനി നീചനാണെന്ന് വിചാരിക്കും. ജാതകത്തിൽ ശനി നീചനാണ്. ആ ശനിദശാകാലം എങ്ങനെയായിരിക്കും? കടബാധ്യതകൾ കൊണ്ട് നാട് വിട്ട് തന്നെ മാറി നിൽക്കേണ്ടി വരും. കടബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നിൽക്കപ്പുറത്തില്ലാത്ത കടബാധ്യതയായിരിക്കും. കടബാധ്യത കൊണ്ട് ദേശം വിട്ട് വേറെ സ്ഥലത്ത് സഞ്ചരിച്ച് അവിടെ നിൽക്കാം, അവിടുന്ന് വിട്ട് വേറെടുത്ത് പോകേണ്ടി വരും, സ്വന്തം വീട് വിൽക്കേണ്ടി വരും, സ്വന്തം ഭൂമി വിൽക്കേണ്ടി വരും, പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയും വീടും പോലും വിറ്റ് കടം വീട്ടാൻ ശ്രമിക്കേണ്ടി വരും. തൊഴിൽ മേഖലയാണെങ്കിൽ ഒരു സ്വസ്ഥതയും കാണുന്നില്ല. വെറുതെ നോക്കിയാൽ പോലും അതൊരു പ്രശ്നമായിട്ട് മാറി കേസായിട്ട് മാറുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഊമക്കത്തുകൾ, സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുന്നവർക്ക് ഊമക്കത്തുകൾ ലഭിക്കുക, അത് ആ ഊമക്കത്തുകളെ അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും അന്വേഷണം പോകുമ്പം അറിഞ്ഞോ അറിയാതെ ഇവരുടെ കയ്യിൽ നിന്ന് പറ്റുന്ന എന്തെങ്കിലും പിഴവുകൾ കൃത്യമായിട്ട് പിടിക്കപ്പെടുക, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ അകപ്പെടുക, അല്ലെങ്കിൽ മേക്ഷന്മാരുമായിട്ടുള്ള സഹവാസം മൂലം പ്രശ്നം, നല്ല കള്ളനോ കൊലപാതകയോ കൊള്ളക്കാരനോ ആരെങ്കിലും ഒക്കെ ആണെന്ന് അറിയാതെ അവരുമായിട്ട് തോളെ കൈയിട്ട് ബാറിലും കയറി ഹോട്ടലിലും കയറി കറങ്ങി നടക്കും. അവസാനം അവൻ ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെടുമ്പോൾ അവൻ്റെ കൂടെ നടന്ന് നമ്മളും അകത്തായിരിക്കും. ഇതുമൊക്കെ ഈ മോശം ശനിദശാകാലത്ത് വരാം. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടം, വഴുതി വീഴുന്നത് കൊണ്ടുണ്ടാകുന്ന കാലിൻ്റെ ഒലിവ് ചതവ് അപകടങ്ങൾ, മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള, അല്ല മരത്തിൻ്റെ മുകളിൽ നിന്നല്ല, ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് എവിടെയെങ്കിലും മുകളിൽ നിന്ന് വീഴുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, മദ്യലഹരി വിഷയങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കരൾ, ഹൃദയം, വൃക്ക തുടങ്ങിയവയ്ക്ക് വരുന്ന രോഗദുരിതങ്ങൾ, ഇതൊക്കെ നീചനായിട്ടുള്ള ശനിദശാകാലത്ത് വരും. അതുപോലെ തന്നെ വൃദ്ധരുമായിട്ടുള്ള ബന്ധം അതൊരു അഭിഹിത ബന്ധമായിട്ട് മാറുക. വാർദ്ധക്യം, വൃദ്ധരെന്ന് പറയുമ്പോഴത്തേക്കും 90-95 വയസ്സുള്ളവരെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ശനിദശ അനുഭവിക്കുന്ന വ്യക്തിയേക്കാൾ 5, 6, 10 വയസ്സിന് പ്രായം കൂടുതൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരുമായിട്ട് വളരെ ഉന്നതിയിലേക്കും അവരുമായിട്ട് വേണ്ടാത്ത തരത്തിലുള്ള ബന്ധങ്ങളിൽ പോവുകയും ലാസ്റ്റ് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളെ ചൊല്ലി പ്രശ്നമാവുകയും അത് കേസും വഴക്കുമാകുക. അല്ലെങ്കിൽ വിവാഹ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ഏതെങ്കിലും തന്നിൽ പ്രായം കൂടിയവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധത്തിൽ വരിക, അത് പിടിക്കപ്പെടുക, അവസാനം അവൻ്റെ ചുമല് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ചുമല് കയറേണ്ടി വരിക, അല്ലെങ്കിൽ അവളുമായിട്ട് ജീവിക്കേണ്ടി വരിക. ഇതുമൊക്കെ ശനിദശാകാലത്ത് പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങളാണ്. കഴുതയെ കൊണ്ടുള്ള ആക്രമണങ്ങൾ, പിന്നെ ഒട്ടകവുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണങ്ങൾ, ഒട്ടകത്തിൻ്റെയും കഴുതയുടെയും നാട്ടിൽ ചെന്നാൽ അവിടെ കിടന്ന് പെടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഉഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ചുകൊണ്ട്
കുളിക്കാതെ നനയ്ക്കാതെ മുഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് 1-2 ദിവസം പോലും വിശപ്പടക്കാനാവാത്ത അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യം. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മദ്യപിച്ച് സുബോധമില്ലാതെ ഓടയിൽ വീഴുക, കാണയിൽ വീഴുക, മ്ലേച്ഛം ഇതാണ് മലിനമായ വസ്തുക്കൾ കിടക്കുന്ന സ്ഥലത്ത് കിടക്കേണ്ടി വരിക, വീഴുക, അവിടെ വസിക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫലങ്ങൾ. ഈ പ്രത്യേകിച്ച് ടൗണിലൊക്കെ നമ്മുടെ നഗരങ്ങളിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ഈ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ മാലിന്യങ്ങളാൽ നിറഞ്ഞൊരു പ്രദേശമാണ്. അവിടെ തലകറങ്ങി വീഴുന്നു വയ്ക്കുക, ശനി നീതനാകുന്ന അവസ്ഥയിൽ സംഭവിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ടെൻ്റ് അടിച്ച് താമസിക്കേണ്ടി വരിക, അല്ലെങ്കിൽ കുടിച്ച് അബോധാവസ്ഥയിൽ അവിടെ വീണ് കിടക്കേണ്ടി വരിക, മദ്യം കുടിച്ച് അവിടെ അബോധാവസ്ഥയിൽ കിടക്കേണ്ടി വരിക. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്രമണങ്ങൾക്ക് വിധേയമാണ്. സ്ത്രീജനങ്ങളാണെങ്കിൽ ഈ പ്രണയം നടിച്ചു കൊണ്ടുപോകുന്നവരുടെ ആക്രമണം ഈ പറഞ്ഞ അശുചി സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകാനിടയുണ്ട്. അപ്പോൾ നീചനായ ശനി ഏത് തരത്തിലും നമ്മളെ പണി, അത് തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ശനിദശാകാലം വരണം. നീചനാണ് ശനിയെങ്കിൽ നമ്മൾ വളരെയേറെ കരുതലും ജാഗ്രതയും എടുക്കണം. പ്രത്യേകിച്ച് മദ്യ ലഹരി വിഷയങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സറിഞ്ഞ് പഠിച്ച് നല്ല വ്യക്തിത്വങ്ങളാണെന്നും ബോധ്യമുള്ളവരെ മാത്രം സൗഹൃദവലയത്തിൽ ചേർക്കുക. അല്ലെങ്കിൽ കള്ളനോ കൊള്ളക്കാരനോ ആരെങ്കിലും പെണ്ണുപിടിയനോ ആരെങ്കിലുമൊക്കെ നമ്മുടെ സൗഹൃദമായിട്ട് വരും. നമുക്കതൊന്നും അറിയാൻ പറ്റില്ല. ലാസ്റ്റ് അവരെന്തെങ്കിലും കാര്യത്തിൽ നിയമത്തിൻ്റെ പ്രതിക്കൂട്ടിലാകുമ്പോൾ ഒപ്പം നമ്മളും ആകാനിടയുണ്ട്. അതുപോലെ തന്നെ നിയമം വിട്ടുള്ള ഒരു കാര്യത്തിലും നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇനി കോടികൾ കിട്ടുമെന്ന് പറഞ്ഞാൽ നിയമവിധേയമല്ല അതിൻ്റെ വഴിയെങ്കിൽ ഒരു കാരണവശാലും പോകാതിരിക്കുക. അതുപോലെ തന്നെ ഒളിസേവകൾ, ജാരസംസർഗങ്ങൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ പിടിക്കപ്പെടും, മാനം പോകുന്ന ജീവിതം പോകും. പ്രണയ വിഷയങ്ങളൊക്കെ പൂവണിയുന്നതിനൊന്നും വലിയ തടസ്സമൊന്നും ശനിദശാകാലത്തില്ലെങ്കിലും പ്രണയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ഉടക്കുകൾ, ചില കൃത്യമായിട്ടുള്ള ഉൾക്കൊള്ളാനാവാത്ത ചില വസ്തുതകൾ വെളിപ്പെടാനിടയുള്ളൊരു കാലഘട്ടം. അതിനെ തുടർന്ന് ചില ലിവിംഗ് ടുഗദർ പോലെയുള്ള ബന്ധങ്ങൾ പോലും പിരിഞ്ഞു പോകാറുണ്ട് ശനിദശാകാലത്ത്. അപ്പോൾ നീചനായിട്ടുള്ള ശനി എല്ലാ അർത്ഥത്തിലും നമ്മളെ പരീക്ഷിക്കും, നിരീക്ഷിക്കും, 8ൻ്റെ പണിയും തരും. 8 എന്ന് പറയുന്ന സംഖ്യയാണ് ശനിയുടേതായിട്ട് കണക്ക് കൂട്ടുന്നത്. ശനിയെ സംബന്ധിച്ച് നമ്മൾ ജ്യോതിഷത്തിൽ വിലയിരുത്തുമ്പോൾ 8 എന്ന് പറയുന്ന സംഖ്യയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ടായിരിക്കണം 8ൻ്റെ പണി എന്നിങ്ങനെ പറഞ്ഞൊരു വാചകം കിടക്കുന്നത്. അപ്പോൾ ശനിദശാകാലം എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ശനി ശുഭനാണെങ്കിലും അശുഭനാണെങ്കിലും നമ്മൾ കുറച്ച് കരുതലെടുക്കുക. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ പോയി നമ്മൾ ദുഷ്കീർത്തിക്ക് ഇരയാകരുത്. നമ്മുടെ മനസ്സിലുള്ള പലതരത്തിലുള്ള ദൗർബല്യങ്ങളുണ്ടാകും. ആ ദൗർബല്യങ്ങളൊക്കെ ന്യായമായിട്ടുള്ളത് മാത്രമേ നേടിയെടുക്കാൻ ശ്രമിക്കാവൂ. മറ്റൊരാളെ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ മറ്റൊരാളെ കബളിപ്പിച്ചുകൊണ്ടോ മറ്റൊരാളെ ഈ വെടക്കാക്കി തനിക്കാക്കുന്ന രീതി അവലംബിച്ചുകൊണ്ടോ നമ്മളൊന്നും നേടാൻ ശ്രമിക്കരുത്. അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ശനീശ്വരൻ 8ൻ്റെ പണി തന്നെ തരും. കാരണം ശനിയെ സംബന്ധിച്ചാണ് പറയുമ്പം പൂർവജന്മത്തിലെ പുണ്യപാപങ്ങളുടെ ലിസ്റ്റാണ് അദ്ദേഹം ഈ ജന്മത്തിൽ ശനിദശാകാലത്തിലൂടെ തരിക എന്ന് പറയാം. അതിനൊപ്പം കർമ്മഫലം കൂടെ വാച്ചി ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്നത് പൂർവജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ തുടർച്ചയാണോ, പൂർവജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങളുടെ തുടർച്ചയാണോ കൂടെ അദ്ദേഹം നോക്കും. പാപങ്ങളുടെ തുടർച്ചയാണ് നമ്മൾ ഈ ജന്മത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ശിക്ഷ അദ്ദേഹം കഠിനമാക്കും. അതല്ല, മുജ്ജന്മത്തിൽ നമ്മൾ പാപങ്ങളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ വളരെ ശാന്തതയോടുകൂടി സമാധാനത്തോടെ പരദ്രോഹ ചിന്തയില്ലാതെ ഒരു ജന്തുജാലങ്ങൾക്കും ഒരു വൃക്ഷലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും ഒന്നും യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ചെയ്യാതെ ശിവനെ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണെങ്കിൽ, ഈശ്വര പ്രാർത്ഥനയോടെ ജീവിക്കുകയാണെങ്കിൽ ശനീശ്വരൻ നമ്മുടെ മുൻജന്മത്തിൽ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുള്ള ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിലൊന്നും പ്രഹരിക്കില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവൻ ആളുടെ പ്രശ്നക്കാരനായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ അവൻ വളരെ നല്ലവനാണ്,
അവനോട് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നൊരു ധാരണ അദ്ദേഹത്തിന് വരും എന്നും ജ്യോതിഷ ആചാര്യന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. അതുകൊണ്ട് ശനിദശാകാലം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോവേണ്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇങ്ങനെയാണ് നമുക്കിതിനെ ചുരുക്കി പറയാൻ പറ്റുന്നത്. ഇനി ശനി നീചനാണ്. എന്താണ് ഇതിൻ്റെ ഒരു ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരമാർഗം? ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ധരിക്കുന്നത് നീല നിറത്തിലുള്ള വസ്ത്രങ്ങളായാൽ കൊള്ളാം. ശനീശ്വരൻ്റെ വാഹനമായിട്ട് വിശ്വസിക്കപ്പെടുന്ന കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി, എള്ളും തൈരും ചോറും കൂടെ കൂട്ടിക്കലർത്തി, എള്ളെണ്ണയും കൂടെ കൂട്ടിക്കലർത്തി അന്നം ദാനം ചെയ്യുക ശനിയാഴ്ച ദിവസമെങ്കിലും പതിവായിട്ട് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ അസ്തമയ ശേഷം ശാസ്താവിന് നീരാജനം സമർപ്പിക്കുക, മഹാദേവന് പിൻവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശനീശ്വരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് എള്ള് എന്ന് പറയുന്ന ധാന്യമാണ്. സാധാരണഗതിയിൽ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിൽ മരണാനന്തര കർമ്മങ്ങൾക്ക് ബലികർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വസ്തുവാണ് എള്ള്, തിലഹോമം പോലെയുള്ള കാര്യങ്ങൾക്ക്. അപ്പം ശനീശ്വരൻ്റെ സഹോദരനാണ് യമധർമ്മൻ, അഥവാ നമ്മൾ കാലൻ എന്ന് വിളിക്കപ്പെടുന്ന ദൈവമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശനീശ്വരനെ ആയുർകാരകനായിട്ടൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്, ആയുസ്സിൻ്റെ നാഥൻ. ഇപ്പം ശനി പിഴച്ചാൽ ആയുസ്സിന് നാശമുണ്ടാകും, ശനി ശുഭനാണെങ്കിൽ ആയുസ്സിന് ബലമുണ്ടാകും എന്നുമൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ ശനിദശാകാലത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു, എത്രാം ഭാവാധിപതിയാണ്, ആ ഭാവത്തിൽ നിൽക്കുന്ന ശനി ശുഭനോ അശുഭനോ എന്നതിനെയൊക്കെ ആശ്രയിച്ച് തന്നെയാണ് ഫലം വരിക. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ശനിദശാകാലം എന്ന് പറഞ്ഞാൽ പൊതുവെ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഈ നക്ഷത്രജാതകരുടെ മറ്റുള്ള ദശാകാലങ്ങളെ സംബന്ധിക്കുന്ന വീഡിയോ നമ്മൾ ഇതിന് പിന്നാലെ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.